ഇന്ത്യയിലെ വലിയ സംസ്ഥാനങ്ങളിൽ ഇനിയുള്ള ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനം ബീഹാറാണ്. ഇന്ത്യ മുന്നണി ഏറ്റവും അധികം പ്രതീക്ഷ വയ്ക്കുന്ന സംസ്ഥാനം. അവരുടെ രാഷ്ട്രീയം ഉരുവം കൊള്ളുന്നത് പോലും ബീഹാറിൽ നിന്നാണ്. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണിക്ക് രൂപം കൊള്ളുന്നത് അതിന് മുൻകൈയെടുത്ത നിതീഷ് അല്ലെങ്കിൽ മുന്നിൽ നിന്ന നിതീഷ് കുമാർ ഇപ്പോൾ ഇല്ല. പക്ഷേ അവിടെ യോഗം ചേർന്നു. അവിടെ എങ്ങനെ ഇന്ത്യ മുന്നണി പെർഫോം ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ NDA വീണ്ടും നിതീഷിനെ കൂട്ടുപിടിച്ച് NDA അവിടെ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അവിടെ എന്തായാലും കഴിഞ്ഞ തവണത്തേക്കാൾ കടുത്ത മത്സരം തന്നെ നടക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഉർവശി ശാപം ഉപകാരം എന്നൊക്കെ പറയുന്നത് പോലെ കടുത്ത ഭരണവിരുദ്ധ വികാരം നേരിടുന്ന നിതീഷ് കുമാർ NDA പാളയത്തിലേക്ക് പോയതുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി എന്തെങ്കിലും സംഭവിച്ചാലോ? അവിടെ RJD ആണ് ഏറ്റവും ശക്തമായ പൊളിറ്റിക്കൽ ഫോഴ്സ്. RJDയുടെ ഒപ്പം കോൺഗ്രസും ഇടതുപക്ഷ കക്ഷികളും കൂടി ചേരുമ്പോൾ അതുപോലെ മറ്റു പല കക്ഷികളുമായിട്ടും ചെറിയ ചെറിയ കക്ഷികളെല്ലാം അവർ ചേർത്തിട്ടുണ്ട്. സീറ്റ് കൊടുത്തും കൊടുക്കാതെയും. അത് എന്ത് തരത്തിലുള്ള മാറ്റം ബീഹാറിൽ ഉണ്ടാക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നോക്കാം ബീഹാറിന്റെ മനസ്സിൽ എന്ത് വരട്ടെ. ബീഹാറിൽ NDA 38 സീറ്റുകൾ വരെ 32 മുതൽ 38 സീറ്റുകൾ വരെ നേടുന്നു. 2 മുതൽ 10 സീറ്റുകളെ ഇന്ത്യ മുന്നണിക്കുള്ളൂ. ഇന്ത്യ മുന്നണിക്ക് ബീഹാറിൽ അത് പോരാ. ഇന്ത്യ മുന്നണി 2 മുതൽ 10 വരെ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ആവറേജ് ഒരു ഏകദേശം 4-5 സീറ്റുകൾ കിട്ടിയാൽ തന്നെയും കഴിഞ്ഞ പ്രാവശ്യം ഒരേ ഒരു സീറ്റാണ് കിട്ടിയത്. കോൺഗ്രസ് ജയിച്ച ഒറ്റ ഒരു സീറ്റ് മാത്രം. അവിടെ നിന്ന് നില മെച്ചപ്പെടുത്തുന്നു എന്നുള്ളതാണ്. 370 BJP ഒറ്റയ്ക്കും NDA 400 ലക്ഷ്യം വെക്കുമ്പോൾ അവിടെ ഓരോ സംസ്ഥാനങ്ങളിലായിട്ട് ഇന്ത്യ മുന്നണി നില മെച്ചപ്പെടുത്തുന്നു എന്ന് വരുമ്പോഴത്തേക്ക് BJPക്ക് അതൊരു വലിയ ചാലഞ്ചാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി കൊടുക്കുന്നത്. പക്ഷേ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നൊന്നും അല്ല പറയുന്നത്. ഇന്ത്യ മുന്നണിക്ക് അധികാരത്തിൽ വരണമെങ്കിൽ 30 സീറ്റെങ്കിലും കൊടുക്കേണ്ട സംസ്ഥാനമാണ് ബീഹാർ. കാരണം ഇന്ത്യ മുന്നണി കക്ഷികളുടെ യോജിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും ഇന്ത്യ മുന്നണി കക്ഷികളുടെ സ്ട്രെങ്ത്തിന്റെ കാര്യത്തിലാണെങ്കിലും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം ബീഹാറാണ്. എന്തായാലും ബീഹാറിൽ ഈ പ്രൊജക്ഷൻ അനുസരിച്ച് 2 മുതൽ 10 സീറ്റുകൾ വരെയാണ് ഇന്ത്യ മുന്നണിക്ക്. 32 മുതൽ 38 സീറ്റുകൾ വരെ നേടിക്കൊണ്ട് NDA ഒരു വമ്പിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ ഇപ്പോഴും സാധ്യതയുണ്ട് എന്ന് പ്രവചിക്കുന്നു. P. മാർക്ക്, മാതൃഭൂമി ന്യൂസ് അഭിപ്രായ സർവേ.